കോഴിക്കോട് മാനാഞ്ചിറയിൽ ഷൂ കടയ്ക്ക് മുന്നിൽ സംഘർഷം. 1 രൂപയ്ക്ക് ഷൂ നൽകുമെന്ന വാഗ്ദാനത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് കട അടപ്പിച്ചു. കട ഉടമകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. പിന്നീട് അവിടെ നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ₹1 നോട്ട് കൊടുത്താൽ ഒരു ഷൂ എന്നതായിരുന്നു ഈ കടയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം. ഇന്ന് പുലർച്ചെ 4 മണി മുതൽ ടോക്കൺ കൊടുത്തു തുടങ്ങുമെന്നാണ് കച്ചവടത്തിൽ പരസ്യത്തിൽ അറിയിച്ചിരുന്നത്. അത് കേട്ട് നിരവധി ആളുകൾ, അത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഈ കടയുടെ മുമ്പിൽ തടിച്ചുകൂടുകയും ഒടുവിൽ പോലീസിന് ലാത്തി വീശിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നതാ? നമ്മളിവിടെ കോഴിക്കോട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇവിടെ തൃശ്ശൂർ, കാസർഗോഡ് എന്നൊക്കെ വന്ന കുട്ടികളുണ്ട്. ഇവിടെ ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ തൃശ്ശൂർ, കാസർഗോഡ് ആ ഭാഗത്ത് നിന്ന് വന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്കാണ് ഇവിടെ പോലീസിന്റെ കയ്യിൽ നിന്നിട്ട് ഷൂ മേടിക്കാൻ വേണ്ടി വന്നതാണോ? അതെ, ഞങ്ങൾ ഷൂ വാങ്ങാൻ വന്നതാണ്. ഇതാ പൈസ ഇതാ. ഇത് പേരക്കുട്ടി കിട്ടിയാൽ മതി, നമുക്ക് ഇതല്ലോ. അപ്പൊ ഇത്രയും തരത്തിലുള്ളൊരു വഞ്ചനയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ മൊത്തത്തില് ഏതൊക്കെ പറഞ്ഞ് ഇവര് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇതും വിട്ടിട്ട് 100 പേർക്ക് 2200 രൂപേൻ്റെ ഷൂ, പിന്നെ അതുപോലെ തന്നെ 100 പേർക്ക് വാച്ച് എന്നുള്ളതാ പറഞ്ഞത്. ആദ്യത്തെ 100 പേർക്ക് ഷൂ, പിന്നത്തെ 100 പേർക്ക് വാച്ച്. ഇതാണ് പരസ്യം. ആളുകൾ വന്നല്ലേ? ആളുകൾ നമ്മളിവിടെ 10 മണിക്ക് എത്തിക്കണം. എല്ലാം കഴിയല്ല ഇവിടെ. പിന്നെ ഇവിടെ പോലീസുകാർ കുട്ടികളൊക്കെ ഓടിക്കുന്ന രംഗം കണ്ട. ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന ആളുകൾ ഇവരെല്ലാം രാവിലെ വന്ന ആളുകളാണ്. നിങ്ങൾ ഇവിടുന്ന് വരുന്നതാ? നമ്മള് വേപ്പൂര്. ഇതിപ്പം ഈ പരസ്യം കണ്ട് മാത്രം വന്നതാണ്? നമ്മള് ഇൻസ്റ്റയില് വീഡിയോ വലുത് ഇട്ടിട്ട് കണ്ടത് വന്നതിനു. ഇവിടെ വന്നപ്പോ വലിയ ടോക്കൺ ഉണ്ട് എന്ന് പറഞ്ഞു. അത് 4 മണിക്ക് ശേഷം ഒരു 100 ടോക്കൺ കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളിവിടെ വന്നപ്പോൾ പോലെ പറഞ്ഞ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണോ, എന്നിട്ട് വന്നിട്ട് തരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് പിന്നെ ഒരു പറഞ്ഞു ഇനി ടോക്കൺ ഇല്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോളി എന്നാ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ രാത്രി മുതൽ കഷ്ടപ്പെട്ട് എല്ലാവരും ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഒരു 5 മണിക്ക് വന്നതാ. ആർക്കും ഷൂ കൊടുത്തില്ലേ? ഒരു 4 മണിക്ക് ഇവരെന്തോ ടോക്കൺ കൊടുത്തു. 200 ആക്കുള്ള ടോക്കൺ കൊടുത്തു. എത്ര മണിക്ക് എത്തി? ഞാൻ ഒരു 5 മണിക്ക്. പുലർച്ചെ 5 മണിക്ക്. 5 മണിക്ക്. ഇന്നലെ ഇവിടെ റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. 1500 രൂപ കൊടുത്തിട്ട് റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഒന്നെടുത്തതാണ്, ഇതിൽ ഏതാന്ന് അറിയില്ല. ഒരാൾക്ക് ഒരു ഇതേ കിട്ടുള്ളൂ. ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ വിചാരിച്ചു. ഒരുപാട് ₹1 നോട്ട് സംഘടിപ്പിച്ച് വന്നു അല്ലേ? രാവിലെ ഒരു 5 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇവിടെ എത്തിയപ്പോഴത്തിനൊക്കെ ഒന്നും കിട്ടില്ല. അപ്പോഴത്തിന് പോലീസുകാർ വന്ന് ആക്കി ലാത്തി ചാർജ് ചെയ്ത് അപ്പൊ ഞങ്ങൾ അടിച്ചോടിച്ചു. വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോവാണ്. സങ്കടമായല്ലേ? സങ്കടമായോന്നു? സങ്കടമായി. ഒരുപാട് കഷ്ടപ്പെട്ടോ ഈ പൈസ സംഘടിപ്പിക്കാൻ? ഓ പിന്നെ ഈ പൈസ ഇവിടുന്ന് കിട്ടാനിട്ട്. എങ്ങനെ സംഘടിപ്പിച്ച? ഇപ്പൊ സാധാരണഗതിയിൽ ₹1 നോട്ട് അങ്ങനെ കിട്ടാറില്ലല്ലോ. അങ്ങനെ കിട്ടാറില്ല. നമ്മളെല്ലാ ഷോപ്പിലും പോയിട്ട് എന്ത് ചെയ്ത് ചോദിച്ച് ഉണ്ടോ ചോദിച്ച്. അപ്പൊ ഓരോറിന് എന്നിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്ത് 30 രൂപ കൊടുത്തപ്പോ ഒരു നോട്ട് തന്നു. ഞാൻ ഇവിടെ തന്നെയാണ് മാത്തോട്ടം വാങ്ങാൻ വേണ്ടി വന്നാ. പൈസ ഉണ്ടായിരുന്നു. അപ്പൊ അതിട്ട് വന്നപ്പോ ഇവിടെ വന്നപ്പോ പോലീസും ജനങ്ങളും കംപ്ലീറ്റ് പ്രശ്നമായിട്ട് നിൽക്കുക. അപ്പൊ എന്താന്ന് നോക്കിയപ്പോഴാണ് ഇവര് പരസ്യം പറഞ്ഞതിന്റെ എതിരായിട്ട് ടോക്കണൊക്കെ കൊടുത്തുപോയി. വളരെ നമ്മളെ ജനങ്ങളൊന്ന് ഊമ്പിച്ച സ്റ്റൈൽ അവർ ചെയ്ത്. എത്ര മണിക്ക് ഇവിടെ എത്തിയത്? ഞാൻ വന്ന് 10 മണിക്കാണ്. 10 മണിക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത മനസ്സിലായോ? ഒരു മന്ത്രിയെ, ഒരു MLA ഒരു മറ്റേ സിനിമാ നടന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫാൻസേ ഉണ്ടാവുള്ളൂ. ഇത് ലോകത്തെ ജനങ്ങൾ, അതായത് ഞാൻ അന്വേഷിക്കുമ്പോൾ എറണാകുളം, തൃശ്ശൂർ എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട് ഈ പരസ്യത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് സംഭവിച്ചാലോ ഈ സ്ഥാപനത്തിൽ അത്ര പ്രൊട്ടക്ഷൻ പോലീസ് കൊടുത്തും ചെയ്ത്. മറ്റേത് സംഭവം ഉണ്ടായാലും ഇത്ര പോലീസ് ഉണ്ടാവോ? ഷൂ ആണെന്നല്ല, നിങ്ങളെപ്പോലത്തെ മീഡിയസിനെ കാണാൻ വന്നതാ. എന്താ പറയുന്നത് എന്താ അറിയോ? മീഡിയ കണ്ടിട്ട് നമ്മൾ വന്നതാ. വളരെ ഇത് കണ്ടപ്പോ ഇത്രയും അടിപൊളി പരസ്യമാണ്. നന്നായിട്ട് ഫ്രീ ആയിട്ട് ഈ പ്രദേശം കംപ്ലീറ്റ് മറ്റുള്ള സ്ഥാപനത്തിൽ. പോലീസ് ആളുകൾ ഓടിക്കുന്നു. അതെ,
നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. ഇല്ല ഇല്ല. ഏതായാലും പെരുന്ന സാധനം വാങ്ങണല്ലോ. പെരുന്ന സാധനം വാങ്ങിയപ്പോ അത് വാങ്ങിച്ചു പോവാ. ആ കൂട്ടത്തിൽ ഇതും കൂടി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അത് മക്കൾക്ക് ഇത് കിട്ടിയാൽ വലിയത് കിട്ടില്ലല്ലോ. ചെരുപ്പ് ഇപ്പൊ 1000-1500 കൊടുത്ത് ഈ മക്കൾക്ക് ഇത്ര മക്കൾക്കൊക്കെ വാങ്ങുന്ന നേരം കൊണ്ട് ഇങ്ങനെ ഒന്ന് കിട്ടുമ്പോൾ വലിയത് കിട്ടില്ലല്ലോ. പിന്നെ ഒരു നോട്ട് ഉണ്ടെന്നാലും കയ്യിലുണ്ട്. അപ്പൊ അതൊരു ലാഭമല്ല. ആർക്കാരും വിചാരിച്ചാൽ ആരും വരുമല്ലോ. അങ്ങനെ പ്രതീക്ഷ വന്നാൽ ശരിക്കും ഇവരെ പേരിൽ കേസ് കൊടുക്കുക വേണ്ടേ. ഇവരെ പേരിൽ കേസ് എടുത്തിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ പോലെ ഇത്രയും ജനങ്ങളെ വഞ്ചിച്ച് ഇത്രയും ജനങ്ങൾക്ക് അടിയൊക്കെ കിട്ടിയ കണക്കിന് ഇതൊക്കെ നോക്കണമെങ്കിൽ പോലീസുകാർക്ക് എത്ര ഇവിടെ ഇപ്പൊ ഈ ഒരു അക്രമം നടന്ന കുട്ടികൾ ആൾക്കാർ വീണ് കഴിഞ്ഞാൽ എന്താ പറയാ? സർക്കാരിനെ കുറ്റം പറയാ? വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നിരവധി ആളുകൾ കേരളത്തിന്റെ ഇപ്പൊ കാസർഗോഡ് മുതൽ വയനാട്, മലപ്പുറം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഈ ഷൂ മേടിക്കാൻ വേണ്ടി പലയിടത്തു നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടി പോലീസിന് കുട്ടികളെയൊക്കെ പിരിച്ചുവിടാൻ വേണ്ടി ലാത്തി വീശേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഈ കട ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. അടുത്തൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കട തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കടയുടമകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പരസ്യം നൽകുകയും ആളുകളെ കബളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ സംഘർഷ സാധ്യത ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്.